നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. സർ നമസ്കാരം. സർ, കേരളത്തിനോടൊപ്പം തന്നെ റിസൾട്ട് അറിഞ്ഞിട്ടുള്ള സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ നമുക്ക് തമിഴ്നാട് എടുത്ത് പറയാം, അവിടെ വിജയ ആഘോഷമാണ് നടക്കുന്നത്. പക്ഷെ കേരളത്തിലും ഇപ്പോഴും ചർച്ചകളാണ്, ഒപ്പം ഒരു സസ്പെൻസ് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരുന്നത് നേരത്തെ. പക്ഷെ നിലവിലെ ഒരു സാഹചര്യത്തിൽ ഇന്നൊരു പ്രഖ്യാപനം ഉണ്ടാകുമോ? ചെന്നൈയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ജനസഞ്ചയം ഇളകി മറിയുകയാണ്. വിജയ്ക്ക് വേണ്ടി ജയ്ഫേരി മുഴക്കുകയാണ്. വിജയുടെ ഒരു ഹൃദയസ്പർശിയായ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗം കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ കാതു തുറന്ന് കണ്ണു തുറന്ന് കേൾക്കണം. സാധാരണ ജനങ്ങളെ നെഞ്ചിൽ ഏറ്റിക്കൊണ്ടുള്ളൊരു പ്രസംഗമാണ്. അവരിൽ ഒരാളായി വിശപ്പിൻ്റെ വിലയെറിഞ്ഞവനാണ് ഞാൻ എന്ന് തുടങ്ങി വിജയുടെ സിനിമാ സ്റ്റൈൽ പ്രസംഗമാണ്. അതവിടെ നിൽക്കട്ടെ. എന്തായാലും അവിടെ മറ്റൊരു തർക്കമില്ല, മറ്റൊരു നേതാവില്ല, വിജയ് മാത്രം. ഇതിനെ ഒരു ശരിയായ കീഴ്വഴക്കമാണോ എന്നൊന്നും നമുക്കിപ്പോൾ വിലയിരുത്തേണ്ടതില്ല. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളെ എടുത്ത് കിണറ്റിലിടാൻ തോന്നും. ഇവിടെ ഇപ്പോഴും ആര് മുഖ്യമന്ത്രിയാകണമെന്നുള്ള തർക്കം തുടരുകയാണ്. ഡൽഹിയിലെ നാടകം തുടരുകയാണ്. ഡൽഹിയിൽ നടക്കുന്നത് ഒരു തനി നാടകമാണ്. എല്ലാം മുൻകൂട്ടി എഴുതപ്പെട്ടതാണ്, എല്ലാം നേരത്തെ നിശ്ചയിക്കപ്പെട്ടതാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില അധികാര കേന്ദ്രങ്ങളുണ്ട്. അധികാര കേന്ദ്രങ്ങളെ വകഞ്ഞു മാറ്റി മറ്റൊരാൾക്ക് ആ സ്പേസിൽ ഇടം കണ്ടെത്താൻ നന്നായി വിയർക്കേണ്ടി വരും. കേരളത്തിൽ ഇപ്പോൾ ഉയരുന്ന മുഖ്യ ചോദ്യം ഒരു നോക്കുകൂലിയായി ഭരണം മറ്റൊരാളെ ഏൽപ്പിക്കണമെന്നാണ്. അതാണ് KC ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ചില സമൂഹ മാധ്യമ പോസ്റ്റുകൾ നമുക്കറിയാം, അതൊക്കെ ചില കേന്ദ്രങ്ങൾ തയ്യാറാക്കി പ്രചരിപ്പിക്കുന്നതാണ്. എങ്കിൽ പോലും അതിലൊരു സന്ദേശമുണ്ട്. പിണറായി വിജയൻ 10 വർഷം കൊണ്ട് സമ്പാദിച്ച വെറുപ്പ് ഈ 10 ദിവസം കൊണ്ട് KC വേണുഗോപാലിന് കിട്ടി എന്നൊക്കെ ചിലർ പറയുമ്പോൾ KC കണ്ണ് തുറക്കണം. KC ഇവിടുത്തെ ഈ മുഖ്യമന്ത്രി കസേരയ്ക്ക് മുകളിലാണ് ഡൽഹിയിൽ. അവിടെ ഒരു ഇരിപ്പിടമുണ്ട് എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ ഒരു കീ റോൾ KC വേണുഗോപാലിൻ്റെ കയ്യിലുണ്ട്. രാഹുൽ ഗാന്ധിക്ക് നമുക്കറിയാം, ഇപ്പം നരേന്ദ്രമോദിയുമായി താരതമ്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റു ചില നേതാക്കളുമായി താരതമ്യം ചെയ്യുമ്പോൾ അത്ര വലിയൊരു നേതൃപാടവം അവകാശപ്പെടാൻ കഴിയില്ല. രാഹുൽ ഗാന്ധിക്ക് അത്രമേൽ ഒരു നേതൃപാടവം ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ ചില KC വേണുഗോപാലന്മാർ പിറവിയെടുക്കുന്നത്. എവിടെ രാഹുൽ ദുർബലനാണോ അവിടെയൊക്കെ KC കൗശലപൂർവ്വം തൻ്റെ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി യാത്ര ചെയ്യുമ്പോൾ, രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്ക് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കായി തിരിയുമ്പോൾ അവിടെയൊക്കെ KCയുടെ ചില ചരടുകളുണ്ട്, കാണാച്ചരടുകളുണ്ട്, നേരിട്ടുള്ള നിയന്ത്രണമുണ്ട്. ഇന്ന് തമിഴ്നാട്ടിൽ വിജയ് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ വിജയ് നന്ദി പറഞ്ഞവരിൽ ഒരാൾ KC വേണുഗോപാലാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഇത്തരം തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതും പല സംസ്ഥാനങ്ങളിലും പാർട്ടിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതും KC വേണുഗോപാലാണ്. ഇതേ KC വേണുഗോപാൽ മുൻപ് രാജ്യസഭ സീറ്റിൻ്റെ സമയത്ത് കേരളത്തിലെ മറ്റ് ഗ്രൂപ്പുകളൊക്കെ അത് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അത് KCക്ക് തന്നെ കിട്ടി. പിന്നീട് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ നിയോഗിക്കുന്ന ഘട്ടം വന്നപ്പോൾ KCയുടെ ആണ്. KSU സംസ്ഥാന പ്രസിഡന്റിനെ നിയോഗിക്കുന്ന ആ കാഴ്ച അതും KC നിയന്ത്രിക്കുന്നു. KPCC അധ്യക്ഷനെ കേരളത്തിൽ സുധാകരൻ ആദ്യം 2021 KPCC അധ്യക്ഷനായി വന്നു. പക്ഷേ സുധാകരനും സതീശനും തമ്മിലുള്ള ചില പോര്, ഒടുവിൽ സുധാകരനെ മാറ്റാൻ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുന്നു. സണ്ണി ജോസഫിനെ സുധാകരന് പകരമായി കൊണ്ടുവരുന്നു. സണ്ണി ജോസഫും KCയുടെ ആളാണ്. അപ്പോൾ ഇതൊക്കെ KCയുടെ ഒരു നിയന്ത്രണത്തിലാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് എന്ന് ഒരു പൊതുബോധം കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ ഇടവരുത്തി. അല്ലെങ്കിൽ KC ബോധപൂർവം അത് സമർത്ഥിച്ചു, അത് സാധ്യമാക്കി. ഈ കോൺഗ്രസ് പാർട്ടിയിൽ നിൽക്കണമെങ്കിൽ KCയുടെ ഒരു എന്തെങ്കിലും ഒരു ആനുകൂല്യം വേണം. KC ഇടഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയിൽ ഒന്നുമല്ല എന്നുള്ളൊരു പൊതുപ്രതീതി ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ആട്ടംപടലം കോൺഗ്രസ് നേതാക്കളും MLAമാരും KCയുടെ കാൽക്കൽ വീണ് കിടക്കുന്നത്. മറുവശത്ത് ഒരു കാലത്ത് കരുത്തോടെ നിന്ന ഒരു വിഭാഗം എ ഗ്രൂപ്പിൻ്റെ കരുത്ത് ഇപ്പോഴും ഉണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, PC വിഷ്ണുനാഥ്, T സിദ്ദിഖ് പിന്നീട് ഗ്രൂപ്പ് മാറിയെങ്കിലും T സിദ്ദിഖ്, ബെന്നി ബെഹനാൻ, ഇവരെല്ലാവരും KC വേണുഗോപാലിൻ്റെ കാലിൽ ചെന്ന് വീണ് കിടക്കുകയാണ്.
ഈ പഴയ ഗ്രൂപ്പ് പൂർണ്ണമായും കെ സിക്ക് അടിയറവ് വെച്ചു. എന്തുകൊണ്ടാണ് അത്തരമൊരു സാഹചര്യം? എ ഗ്രൂപ്പിന് മറ്റൊരു തലത്തിൽ നിലനിൽപ്പില്ല. എ ഗ്രൂപ്പിനെ നയിക്കുന്ന ബെന്നി ബെഹനാൻ വെറുമൊരു MP മാത്രമാണ്. ഡൽഹിയിൽ പോയി രാഹുൽ ഗാന്ധി കൈപൊക്കാൻ പറയുമ്പോൾ കൈപൊക്കുക എന്നുള്ള ഒരൊറ്റ ദൗത്യം അദ്ദേഹത്തിനുള്ളൂ. രാഹുൽ ഗാന്ധിയുടെ അടുക്കൽ എന്തെങ്കിലും പറയണമെങ്കിലോ അതിന് ബെന്നി ബെഹനാന് KC വേണുഗോപാലിനെ പോലെ ഒരു മധ്യസ്ഥൻ്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു നേതാവിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ പിന്നെ വേണുഗോപാലിന് കീഴടങ്ങുക മാത്രമേ ഇവരുടെയൊക്കെ മുന്നിൽ ഒരു പോംവഴിയായുള്ളൂ. KC വേണുഗോപാലിൻ്റെ മുന്നിൽ കീഴടങ്ങാൻ തൻ്റെ ഈഗോ ഒരു കാലത്തും അനുവദിക്കാത്ത ഒരു നേതാവാണ് രമേശ് ചെന്നിത്തല. കാരണം രമേശ് ചെന്നിത്തല കരുണാകരൻ്റെ ഒരു പ്രിയ ശിഷ്യനായി വളർന്ന് പിന്നീട് കരുണാകരൻ്റെ കഷത്തിൽ നിന്ന് കുതറി തിരുത്തൽവാദി ഗ്രൂപ്പിൻ്റെ ഭാഗമായി, മൂന്നാം ഗ്രൂപ്പിൻ്റെ ഭാഗമായി. രമേശ് ചെന്നിത്തല കരുണാകരൻ്റെ കൂട്ടത്തിൽ നിന്ന് അന്ന് ഇടറി മാറുമ്പോൾ കരുണാകരൻ്റെ ഏറ്റവും വിശ്വസ്തനായി നിന്ന വ്യക്തിയാണ് KC വേണുഗോപാൽ. കരുണാകരൻ്റെ വലം കൈയായി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം KSU പ്രസിഡൻറ്റ്, യൂത്ത് കോൺഗ്രസ് പ്രസിഡൻറ്റ്ഷിപ്പ് കയ്യാളിയ ഒരു വ്യക്തിയാണ് KC വേണുഗോപാൽ. അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. ഒരു കാലഘട്ടം മുഴുവൻ കരുണാകരൻ്റെ അതിവിശ്വസ്തനായി തുടർന്നിരുന്നു. കരുണാകരന് ശേഷം K മുരളീധരൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായി, K മുരളീധരന് ബുദ്ധി ഉപദേശിക്കുന്നവനായി, K മുരളീധരനെ കേരളത്തിൻ്റെ ഈ രാഷ്ട്രീയ മണ്ഡലത്തിലെ ഏറ്റവും ഉന്നതിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ സഹായിക്കുമെന്ന് ലീഡർ K കരുണാകരൻ വിശ്വസിച്ചയാണ്. പക്ഷേ നിപ്പിൽ കരണം പറഞ്ഞ് മൂന്നാം ഗ്രൂപ്പിൻ്റെ ഭാഗമായി. മൂന്നാം ഗ്രൂപ്പിലേക്ക് KC വേണുഗോപാൽ ചെല്ലുമ്പോൾ അവിടെ രമേശ് ചെന്നിത്തല, G കാർത്തികേയൻ, ജോസഫ് വാഴക്കൻ, MI ഷാനവാസ് തുടങ്ങിയ ഒരുപിടി നേതാക്കളുണ്ട്. അവരുടെ ഒക്കെ ജൂനിയറായിട്ടാണ് ആ ഗ്രൂപ്പിലേക്ക് ചെല്ലുന്നത്. അന്ന് ആ നേതാക്കൾക്ക് വിധേയനായിരുന്നു. വളരെ അച്ചടക്കമുള്ള ഒരു വിധേയ ശിഷ്യനായി രമേശ് ചെന്നിത്തലയുടെ ജൂനിയർ ലെവലിലുള്ള മറ്റ് പല നേതാക്കൾക്കും താഴെ മൂന്നാം ഗ്രൂപ്പിലേക്ക് ചെല്ലുന്നു. മൂന്നാം ഗ്രൂപ്പിൽ ചെല്ലുന്ന KC വേണുഗോപാൽ പിന്നീട് MP സീറ്റിൽ മത്സരിക്കുന്നു. ആൻ്റണിയും സഹായിച്ചു, ഡൽഹിയിലെത്തി. അന്ന് രമേശ് ചെന്നിത്തലയുടെ ഒരു ശക്തമായ സമ്മർദ്ദം കൂടി ഉൾക്കൊണ്ടാണ് KC ആ കാലഘട്ടത്തിൽ കേന്ദ്രമന്ത്രിയാകുന്നത്. KC കേന്ദ്രമന്ത്രിയായി. പിന്നീട് നരേന്ദ്രമോദി കടന്നു വരുന്നു. മൻമോഹൻ സർക്കാരിന് ശേഷം നരേന്ദ്രമോദിയുടെ ആ ഒരു കടന്നുവരവിൽ, ആ ഒരു കൊടുങ്കാറ്റിൽ കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളൊക്കെ തകർന്നടിഞ്ഞു. അന്ന് ഡൽഹിയിലെ ഒരുവിധം മുതിർന്ന നേതാക്കളൊക്കെ രാഹുൽ ഗാന്ധിയുടെ ലീഡർഷിപ്പ് അപക്വമെന്ന് കണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പക്ഷേ രാഹുൽ ഗാന്ധിക്കൊപ്പം കട്ടയ്ക്ക് KC വേണുഗോപാൽ അങ്ങ് നിന്നു. കൂടെയുള്ളവരൊക്കെ പിരിഞ്ഞുപോയി. പ്രത്യേകിച്ച് രാഹുൽ KC ഈ കൂട്ടുകെട്ട് അവർക്കൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇത് പിള്ളേരുകളെയായി കണ്ട് അവർ ചാടി ഇറങ്ങിപ്പോയി. പിന്നീട് G20 വിപ്ലവം വരുന്നു. അപ്പോഴൊക്കെ രാഹുൽ ഗാന്ധിയെ കൊണ്ടു നടക്കുന്ന ഒരു നേതാവ് എന്നുള്ള ഒരു പേര് വേണുഗോപാലിന് കിട്ടി. വേണുഗോപാൽ അത്ര നല്ല ഇംഗ്ലീഷിലൊന്നും പ്രസംഗിക്കില്ല, അത്ര ഹിന്ദിയും പ്രാവീണ്യമില്ല. പക്ഷേ വളരെ കുതന്ത്രങ്ങൾ ഒരുക്കാനും വളരെ പാർട്ടിക്ക് വേണ്ട തന്ത്രങ്ങൾ ഒരുക്കാനും കഴിവുണ്ട്. ഏതെങ്കിലും ഒരു പ്രസംഗം അവതരിപ്പിക്കണമെങ്കിൽ അതൊക്കെ എഴുതി തയ്യാറാക്കി ഹാർഡ് വർക്ക് ചെയ്ത് പ്രസൻറ്റ് ചെയ്യും. ഒരു സംസ്ഥാനത്ത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിനൊക്കെ ഹോംവർക്ക് ചെയ്യും. അങ്ങനെ രാഹുലിന് ഇഷ്ടപ്പെട്ടു. രാഹുൽ കൂടെ കൂട്ടി. രാഹുൽ KCയെ കൂടെ കൂട്ടി അഖിലേന്ത്യാ തലത്തിൽ വലിയ ഉന്നതിയിലേക്ക് പോയി. AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി വളർന്നു. ഇവിടെയാണ് KC കരുക്കൾ നീക്കുന്നത്. 2021 കേരളത്തിലെ പ്രതിപക്ഷ നേതാവായി ഇവിടെ ഭൂരിപക്ഷ MLA-മാരും അംഗീകരിക്കുന്ന രമേശ് ചെന്നിത്തലയാണ്. ആൻ്റണിയും സുധീറിനൊക്കെ പറഞ്ഞു ചെന്നിത്തല തന്നെ നിൽക്കട്ടെ എന്ന്. അന്ന് ഉമ്മൻചാണ്ടിയും പറഞ്ഞു. പക്ഷേ അവരെല്ലാം വെട്ടി ഒരു പ്രതിഭാധനനായ VD സതീശനെ ഇവിടെ പ്രതിപക്ഷ നേതാവായി KC വെച്ചത് ഒരു ദുഷ്ടലാക്കോടെയാണ്. 2026 താൻ ശിഷ്യനാക്കി വയ്ക്കുന്ന VD സതീശനെ ഒന്ന് മറികടന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാം എന്നൊരു കാൽക്കുലേഷൻ KCക്കുണ്ട്. പക്ഷേ സതീശൻ അതിവിദഗ്ധനായിരുന്നു. അതിനേക്കാൾ ഒരു പടവെട്ടാൻ തുനിഞ്ഞിറങ്ങിയവനാണ്. അതുകൊണ്ട് KC അത്ര എളുപ്പത്തിൽ ഇങ്ങോട്ടേക്ക് കെട്ടിയിറക്കേണ്ടതെന്ന് സതീശൻ തീരുമാനിച്ചു. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം. ഈ ഡൽഹിയിലെ തൻ്റെ സ്വാധീന ശക്തി ഉപയോഗിച്ച് ഇവിടെ MLA-മാരുടെ എണ്ണവും കൂട്ടിയെടുത്തു. അപ്പോൾ KC ശക്തനാണ്. എപ്പോഴും രാഷ്ട്രീയം അങ്ങനെയാണ്, ഒരു അവസരങ്ങളുടെ കലയാണ്. ശക്തി ഉള്ളിടത്തേക്ക് ഒഴുക്കുണ്ടാവുള്ളൂ. അവിടെ ആളുകൾ രാഷ്ട്രീയത്തിൽ അധികാര ബിംബത്തിന് മുന്നിൽ ഒച്ചാനിച്ച് നിൽക്കും. അതുതന്നെ ഇവിടെ കേരളത്തിൽ സംഭവിക്കുന്നു. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത്
ഒരമ്മയും മക്കളോ. ഹൈക്കമാൻഡ് കാർഗെയുണ്ട്, കാർന്നൊരു വീട്ടിലിരിക്കും. പക്ഷേ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തീരുമാനിച്ചതാണ്. അപ്പോൾ KCയെ കേരളത്തിലെ മുഖ്യമന്ത്രി ആക്കാൻ ഒരുപക്ഷെ അവർ തീരുമാനിച്ചിരിക്കാം. പക്ഷെ അതിനിടയിലാണ് ഇവിടെ ഒരു ആഭ്യന്തര വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്നത്. സോഷ്യൽ മീഡിയ തിളയ്ക്കുന്നു, തെരുവുകളിൽ ചേരിതിരിഞ്ഞ് പോരാട്ടം തുടങ്ങുന്നു, ഫ്ലക്സുകൾ കയറുന്നു, വല്ലാത്ത പുലിപ്പാല്. അപ്പോൾ ഇതിലെ കുഴപ്പം എന്താണ് എന്ന് വെച്ചാൽ KC ഇങ്ങോട്ടേക്ക് ഒരു വരുത്തനായി കെട്ടിയിറക്കിയാൽ ഈ തെരഞ്ഞെടുപ്പ് വിജയം അട്ടിമറിക്കപ്പെടും. 102 സീറ്റുകൾ സ്വർണ്ണത്താലത്തിൽ വെച്ച് രാഹുൽ ഗാന്ധിക്ക് സമർപ്പിച്ച കേരള ജനതയെ പല്ലിളിച്ച് കാട്ടുന്നതിന് തുല്യമാകും. ഇത് ചിലർ രാഹുൽ ഗാന്ധിയെ ബോധ്യപ്പെടുത്തി. അത്ര എളുപ്പമല്ല. അവിടെ 2 പ്രതിസന്ധികളുണ്ട്. ഒന്ന് VD സതീശൻ, 2 രമേശ് ചെന്നിത്തല. അവരെ വിരട്ടി ഒന്ന് അനുനയിപ്പിച്ച് ഇതിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഈ നാടകത്തിൻ്റെ ഭാഗമായി 2 പേരെയും ഡൽഹിക്ക് വിളിക്കുന്നു. ശനിയാഴ്ച രാവിലെ വെളുപ്പം കാലത്ത് തന്നെ ഈ 2 പേരും ഡൽഹിയിൽ ചെന്ന് വിമാനത്താവളത്തിൽ ഇറങ്ങുന്നു. സതീശൻ നേരെ കേരള ഹൗസിലേക്ക് പോകുന്നു. അപ്പം തൻ്റെ ഒരു പതിവ് റൂമുണ്ട് രമേശ് ചെന്നിത്തല കേരള ഹൗസിൽ. അങ്ങോട്ടേക്ക് രമേശ് പോകാതെ ഒരു സുഹൃത്തിൻ്റെ അങ്ങോട്ടേക്ക് പോയി. അവിടെ കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന് ചിലർ വിളിച്ചു പറഞ്ഞു. കാരണം അവിടെ ഈ ജാമിയ മില്ലിയ ഒരുപാട് യൂണിവേഴ്സിറ്റി ഉണ്ട്. അവിടെയുള്ള ചില MSF വിദ്യാർത്ഥികളൊക്കെ കേരള ഹൗസിന് പുറത്ത് വന്ന് നിൽപ്പുണ്ട് എന്നുള്ള സന്ദേശം ചെന്നിത്തലയ്ക്ക് കിട്ടി. സതീശന് വേണ്ടി സെറ്റ് ചെയ്യപ്പെട്ട ഒരു സംവിധാനമാണ്. സതീശൻ ചെന്നിറങ്ങിയപ്പോൾ വലിയ ജൈവിളി. തുടർന്ന് KPCC അധ്യക്ഷൻ വന്നപ്പോൾ KPCC അധ്യക്ഷൻ KCയുടെ കൂടെയാണല്ലോ, പച്ചത്തെറി. ഇത് കൈവിട്ടു പോയി. പ്രത്യേകിച്ച് കോൺഗ്രസ് സംഘടനയുടെ പുറത്തുള്ള വിദ്യാർത്ഥി സംഘടനയാണെങ്കിൽ പോലും മറ്റ് സംഘടനയിൽപ്പെട്ട ആളുകൾ അവരെ കൂലിക്കെടുത്ത് ഇത്തരം പ്രകടനങ്ങൾ നടത്തുന്നത് ഹൈക്കമാൻഡിനെ ചൊടിപ്പിച്ചു. ഇതിൻ്റെ എല്ലാ വിശദാംശങ്ങൾ രാഹുൽ ഗാന്ധിക്കും ഖാർഗെയ്ക്കും നൽകി. രമേശ് ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി 9 മണിക്ക് കേരള ഹൗസിലെത്തി. സതീശൻ കേരള ഹൗസിലുണ്ട്. ലോധി മാർഗിലുള്ള തൻ്റെ വസതിയിൽ വേണുഗോപാലും ഇരുന്നു. 3 പേര് പരസ്പരം മിണ്ടുന്നില്ല, കാണുന്നില്ല. അണികളും അനുയായികളും ഒക്കെ പരസ്പരം ചേരിതിരിഞ്ഞ് പോർ വിളിക്കുന്നു. കേരളത്തിലും ഇന്നലെ രാവിലെ ഫ്ലെക്സ് യുദ്ധം മുറുകുന്നു. വെള്ളയമ്പലത്തൊക്കെ ഫ്ലെക്സ് വയ്ക്കുന്നു, കീറുന്നു, കരിയോയിൽ ഒഴിക്കുന്നു, പെയിൻ്റ് അടിക്കുന്നു, തുപ്പുന്നു. ഏതോ ഒരു ഫ്ലെക്സിൽ ശാസ്ത്രമംഗലത്തുള്ളൊരു പ്രവർത്തകൻ തുപ്പി അവിടെ നിന്ന് ചില പ്രകടനമൊക്കെ കാട്ടുന്നു. ഈ തുപ്പൽ ഒരു ഫ്ലെക്സിന് നേർക്ക് മാത്രമല്ല, കോൺഗ്രസ് പ്രവർത്തകർ പരസ്പരം തുപ്പുന്ന ഒരു ഘട്ടത്തിലെത്തി നിന്നു. കേരളത്തിൻ്റെ ഒരു പ്രത്യേക രാഷ്ട്രീയ അവസ്ഥ. ഉച്ച കഴിഞ്ഞ് ഖാർഗെയുടെ വസതിയിൽ മീറ്റിംഗ് കൂടുന്നു. ഇപ്പോൾ എല്ലാ കണ്ണുകളും അങ്ങോട്ടേക്കായി. ഈ ദീപദാസ് മുൻഷിയാണ് ആദ്യം ഖാർഗെയുടെ വസതിയിലെത്തി. തൊട്ട് പിന്നാലെ 3 നേതാക്കളെത്തി. രാഹുൽ ഗാന്ധി എത്തി. ഇന്നലെ രാഹുൽ ഗാന്ധി കണക്കുകൂട്ടലുകളോടെ എത്തിയത്. കാരണം ഇന്നലെ കരുത്ത് പുറത്തെടുത്തില്ല എങ്കിൽ ഇവരൊക്കെ തലയിൽ കയറി നിരങ്ങുമെന്ന് രാഹുലിനറിയാം. അതുകൊണ്ട് വന്ന പാടെ രാഹുൽ ഇവർ 3 പേരെയും എടുത്തു. പ്രത്യേകിച്ച് VD സതീശനെയും KC വേണുഗോപാലിനെ. VDക്ക് നേരെയായിരുന്നു ഏറ്റവും വലിയ ശകാരം. നിങ്ങൾ എന്താണ് കരുതിയത്? കോൺഗ്രസിനെ പേടിപ്പിച്ച് വരുതിക്ക് വരുത്താമെന്നോ? നിങ്ങൾ ആദ്യം പോയി നിങ്ങളുടെ ആ ഫ്ലെക്സുകളെല്ലാം വലിച്ചു മാറ്റുക. സോഷ്യൽ മീഡിയയിലെ ഇമാതിരി വ്യക്തി അധിക്ഷേപം നിർത്തുക. വീഡിയോയുടെ കർക്കശ ഭാഷയിലാണ് രാഹുൽ സംസാരിച്ചത്. തൊട്ടപ്പുറത്ത് KCയോടും. ഇത് വീഡിയോ ഒട്ടും പ്രതീക്ഷിക്കാത്ത, കാരണം ജനവികാരം കേരളത്തിൽ അലയടിക്കുന്നു എന്നൊക്കെ രാഹുൽ ഗാന്ധിയിൽ വലിയ സമ്മർദ്ദമുണ്ടാകും എന്നാണ് VD കരുതിയത്. പക്ഷെ അതിന് നേരെ വിരുദ്ധമായി VDയിലേക്കെല്ലാം കൂടി തിരിഞ്ഞടിച്ചു. മാത്രവുമല്ല, മുസ്ലിം ലീഗ് കട്ടയ്ക്ക് കളത്തിലിറങ്ങിയത് ഹൈക്കമാൻഡിനെ ചൊടിപ്പിച്ചു. ലീഗ് ഇന്നലെ ഒരു പ്രമേയം പാസ്സാക്കാൻ ഇടയ്ക്കൊരു പരിപാടി ഇട്ടിരുന്നു. അഥവാ KCയാണ് വരുന്നതെങ്കിൽ തങ്ങൾ ക്യാബിനറ്റിലേക്കില്ല എന്ന്. അപ്പം ഇതും രാഹുലിനെ വല്ലാതെ ചൊടിപ്പിച്ചു. ഇതെല്ലാം ആസൂത്രിത ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നുള്ള ഒരു തലത്തിൽ സതീശനെ ഒറ്റപ്പെടുത്തി. സതീശൻ ഇതോടെ ഇത്തിരി ഒന്ന് ചുരുണ്ടുപോയി. അത് കഴിഞ്ഞാണ് ഞങ്ങൾ എന്ത് തീരുമാനമെടുത്താലും അതിൽ അപശബ്ദം പാടില്ല എന്ന് രാഹുൽ പറഞ്ഞ് 3 പേരുടെയും കൈപിടിച്ച് സമ്മതിപ്പിക്കുന്നു. പിന്നീട് 3 പേരുമായിട്ട് ഒറ്റയ്ക്ക് സംസാരിച്ചു. അതിൽ രമേശും സതീശുമായി സംസാരിച്ച് 1 മണിക്കൂറിലധികമാണ്. വേണുഗോപാലിന് അത്രയേറെ സമയം കൊടുത്തില്ല. രമേശിൻ്റെ സീനിയോറിറ്റി എല്ലാം കട്ടയ്ക്ക് പറഞ്ഞു. സതീശും എഴുതി തയ്യാറാക്കി കൊണ്ടുപോയ കാര്യങ്ങൾ വ്യക്തമായി അവതരിപ്പിച്ചു. അവർ 2 പേർക്കും, രമേശിന് ഹിന്ദിയൊക്കെ വശമുള്ളതുകൊണ്ട് നന്നായി പ്രതിഫലിപ്പിക്കാൻ പറ്റും, സതീശനും നന്നായി പ്രസംഗിക്കും. 2 പേരും അവതരിപ്പിച്ചു. അതിനുശേഷം രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശത്തെ തുടർന്ന് സംയുക്തമായി പ്രസ്താവന നടത്തി. ഇനി തീരുമാനം അത് എങ്ങനെ? അതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. ഖാർഗെയ്ക്കും രാഹുലിനും ഇക്കാര്യത്തിൽ ഏകപക്ഷീയമായൊരു തീരുമാനമെടുത്താൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നറിയാം. കാരണം ദേവദാസ് മുൻഷി KCക്ക് അനുകൂലം,
ഭൂരിപക്ഷ MLA-മാർ KCക്ക് അനുകൂലം, ഡൽഹിയിൽ സ്വാധീനമുള്ള വ്യക്തി, ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് കൺവീനർ സ്ഥാനത്തുള്ള വ്യക്തി. അപ്പോൾ അങ്ങനെ രാഹുൽ ഗാന്ധി ഫുള്ളി ഡിപ്പെൻഡ് ചെയ്യുന്ന, ഇപ്പോൾ വിജയിയുടെ സത്യപ്രതിജ്ഞയിൽ പോലും വിജയുമായുള്ള ചർച്ചകളൊക്കെ നടത്തിയത് KCയാണ്. അങ്ങനെ ഒരു വ്യക്തി ഇപ്പോൾ എളുപ്പത്തിൽ വെട്ടിമാറ്റാൻ പറ്റത്തില്ല. സ്വാധീനം കൊണ്ട് KCക്ക് കൊടുത്തേ പറ്റൂ. ഇവിടെയാണ് അവരിന്ന് പോസ് ചെയ്തത്. ഈ സന്നിഗ്ധാവസ്ഥ സോണിയ മാഡത്തോടൊന്ന് പറഞ്ഞ് സോണിയാഗാന്ധി ഒരു തീരുമാനം എടുക്കട്ടെ, എന്താണ് ഒപ്പീനിയൻ എന്ന് ചോദിക്കുക. നേരത്തെ തന്നെ സോണിയാഗാന്ധിയെ സംബന്ധിച്ച് രാഹുലിനോടൊരു കൺസിഡറേഷൻ, രമേശിനോടൊരു കൺസിഡറേഷൻ ഉണ്ട്. അതുകൊണ്ട് എങ്ങനെ വരും എന്നുള്ളൊരു സന്ദേഹം അവിടെയാണ് ആദ്യമായി പുറത്തേക്ക് വന്നത്. അതുവരെ എല്ലാം KCയിൽ ഒതുങ്ങിയതാണ്. പക്ഷേ റേസിൽ സതീശൻ പിന്തള്ളപ്പെട്ടു എന്നാണ് പൊതുവേ ഉള്ള ഒരു വിലയിരുത്തൽ. ഇതാണ് അവിടുത്തെ ഒരു ചിത്രം. ഇനി സോണിയാഗാന്ധി എന്താ ചെയ്യാൻ പോകുന്നത്? സോണിയ AK ആൻ്റണിയെ വിളിക്കും, VM സുധീരനെ വിളിക്കും, കേരളത്തിലെ മുതിർന്ന പഴയ നേതാക്കളെയൊക്കെ ഒന്ന് വിളിക്കും. അപ്പോൾ AK ആൻ്റണിയെ സംബന്ധിച്ചൊരു സമവായത്തിൻ്റെ ആളാണ്. 2021 അന്ന് സാധിച്ചില്ല, ഇക്കുറിയെങ്കിലും രമേശ് ചെന്നിത്തലയ്ക്ക് കുറച്ചു കാലം കൊടുക്കണം എന്നൊക്കെ പറയും. സുധീരനും സമാനമായ നിലപാടെടുത്തേക്കാം, അതല്ല സതീശനെ പിന്താങ്ങുമോ എന്ന് നമുക്കറിയില്ല. എന്തായാലും കേരളത്തിലുള്ള ഒരു മഹാഭൂരിപക്ഷം ഒപ്പീനിയനൊക്കെ ചോദിച്ച് സോണിയാഗാന്ധി വ്യക്തമായൊരു നിലപാടെടുക്കും. ഇതുവരെ എല്ലാം ശരി. ഇനി ഇത് എല്ലാവരും അംഗീകരിക്കുമോ? അതാണ് മുഖ്യമായ ചോദ്യം. VD സതീശന് കീഴിൽ തനിക്കൊരു മന്ത്രിയായിരിക്കാൻ താല്പര്യമില്ല എന്ന് ചെന്നിത്തല സംശയങ്ങൾക്കിടയില്ലാത്ത വിധം ഡൽഹിയിൽ പറഞ്ഞു കഴിഞ്ഞു. സതീശൻ KCയാണ് മുഖ്യമന്ത്രിയിൽ മന്ത്രിസഭയിൽ ഉണ്ടാകില്ല എന്നൊക്കെ പറയണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ അത്രയും കടുത്ത നിലപാടുകൾ സതീശൻ പറഞ്ഞില്ല. ഒന്നാമത് സതീശൻ പ്രതിരോധത്തിലായി. അതാണ് രാത്രി തന്നെ സതീശനും കയറിപ്പോകുന്നത്. രമേശ് ഇപ്പോഴും ഉണ്ട്, ഇന്ന് വൈകിട്ട് ഡൽഹിയിൽ നിന്ന് മടങ്ങും. പക്ഷേ കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഒരു മൂന്നാം കിട രാഷ്ട്രീയ ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്ന് തന്നെ തീരുമാനമെടുക്കും എന്നൊക്കെ സണ്ണി ജോസഫ് പറയുമ്പോഴും കോൺഗ്രസിൻ്റെ കാര്യമാണ്, നമുക്ക് കാത്തിരുന്ന് കാണാനേ പറ്റൂ. സാർ, അപ്പോൾ ഇപ്പം നേതാക്കളൊക്കെ VD സതീശനൊക്കെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് എനിക്ക് തോന്നുന്നു ഈ ഒരു സമ്മർദ്ദത്തിൻ്റെ പുറത്താണെന്ന് തോന്നുന്നു അല്ലേ? ഇപ്പോൾ അണികളോടൊന്ന് സംയമനം പാലിക്കാൻ പറഞ്ഞിട്ട് പോസ്റ്റുകൾ ഒക്കെ നിങ്ങൾ ഈ തെരുവ് യുദ്ധം അത് നടത്തല്ലേ എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഈ ഹൈക്കമാൻഡ് എന്നുള്ളൊരു സമ്മർദ്ദം കൊണ്ട് തന്നെയായിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ ഒരു പോസ്റ്റ് ഇടും സാധ്യതയുണ്ടോ? അവിടുത്തെ പറഞ്ഞു വിടുമ്പോൾ രമേശിനും സതീശനും ഒക്കെ ചെറിയ പ്രതീക്ഷ കൊടുത്താ വിട്ടിരിക്കുന്നത്, തീരെ മോനെ ഒടിച്ചിട്ടില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഇനി ബാക്കിയുണ്ടെങ്കിൽ തങ്ങളുടെ ഈ അവിവേകം കൊണ്ട് ഇനി നഷ്ടപ്പെടരുത് എന്ന് സതീശന് കണക്ക് കൂട്ടിയിരിക്കാം. പക്ഷെ ചെന്നിത്തല ഇപ്പോൾ ഇറങ്ങിയില്ല കേട്ടോ, തെരുവിലേക്ക് ആളെ വിട്ടില്ല, പോസ്റ്റുകൾ ഇട്ടില്ല. കാരണം ഈ ചെന്നിത്തലയെ സംബന്ധിച്ച് അദ്ദേഹം കുറച്ചുകൂടി ഒരു പക്വതയുള്ള നേതാവാണ്. അദ്ദേഹത്തിന് കളം എങ്ങോട്ട് പോകും എന്നൊക്കെ ഒരു വ്യക്തതയുണ്ട്. പക്ഷെ വേണുഗോപാലിനെ സംബന്ധിച്ച് ഈ കളി കളിച്ചാലും അദ്ദേഹത്തിനൊന്നും സംഭവിക്കില്ല. കാരണം ഡൽഹിയിൽ ശക്തന, കേരളത്തിൽ MLA-മാരിൽ ഭൂരിപക്ഷമുണ്ട്. പിന്നെ ഇതേ ഉള്ളൂ, ആര് മുഖ്യമന്ത്രി ആയാലും അധികാരം അങ്ങോട്ടേക്ക് ചായും. ഇപ്പം DK ശിവകുമാർ എന്താ ചെറിയ പാർട്ടിയാണോ? കർണാടകയിൽ കോടാനുകോടി കയ്യിലിരിക്കുന്ന വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തിയാണ്. എന്നിട്ടും സിദ്ധരാമയ്യയുടെ മുന്നിൽ സിദ്ധരാമയ്യെ മാറ്റി ഇതുവരെ മുഖ്യമന്ത്രി ആകാൻ പറ്റുന്നില്ലല്ലോ. രാജസ്ഥാനിലും പഴയ ഒരു അനുഭവം ഉണ്ടല്ലോ, ഗെലോട്ട് മുഖ്യമന്ത്രിയായത്. അന്ന് സച്ചിൻ പൈലറ്റ് പടവെട്ടി ഭരണം പിടിച്ചെടുത്തതാണ്. എന്നിട്ടും കോൺഗ്രസിൻ്റെ മുതിർന്ന നേതൃത്വത്തിന് അതേ കഴിയും. ഇത്തരം ചില സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ഒരു സമവായം അവിടെ മാത്രമാണ് രമേശ് ചെന്നിത്തലയുടെ സാധ്യത. മറുവശത്ത് ഈ സമവായത്തിൽ എത്തുന്നില്ല, ബലമായി കെട്ടിയിറക്കാനാണ് നീക്കമെങ്കിൽ അത് കേരളത്തിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാകും. ഇനി സതീശനാണ് വരുന്നതെങ്കിൽ KC അടങ്ങിയിരിക്കുമോ? KCക്ക് ഏറ്റവും വലിയ കലിപ്പുള്ളതാണ്. അതുകൊണ്ട് സതീശനുള്ള സാധ്യത കുറവാണ്. രമേശ് ചെന്നിത്തല സതീശന് കീഴിൽ മന്ത്രിസഭയിൽ ഇരിക്കാൻ സാധ്യതയില്ല. ഇപ്പോൾ ഭരണം ഒരിക്കലും ഭദ്രമായിരിക്കില്ല. റിസൾട്ട് വന്നപ്പോൾ ടീം UDF പൊളിഞ്ഞു എന്ന് പറയാം. ഇത് ടീം UDF എല്ലാം പോയി, എപ്പോഴേ പോയി. ഘടകകക്ഷികളൊന്ന് പറയുന്നു, കോൺഗ്രസ് നേതാക്കൾ മറ്റൊന്ന് പറയുന്നു. ഇവരിപ്പോൾ തമ്മിലടിക്കുകയല്ലേ. അപ്പൊ ഇന്നുണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഇത്രയും പ്രതിസന്ധിയുടെ പടുകുഴിയിൽ കിടക്കുന്ന CPM-ൽ പോലും ഒരു പ്രതിസന്ധിയില്ല. ഇവിടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി പിണറായി പൊരിച്ചെങ്കിലും പിണറായി അല്ലാതെ മറ്റാരുണ്ട് പ്രതിപക്ഷ നേതാവാകാൻ? ആ ചോദ്യവുമായി ഇപ്പോൾ PB തുടങ്ങിയിരിക്കുക. പിണറായി അല്ലാതെ മറ്റാരുണ്ട്? പക്ഷെ ഇവിടെ ഒരുപാട് പേരുണ്ട് കോൺഗ്രസ്സിൽ, അതാണ് പ്രശ്നം. അപ്പൊ ഇന്ന് നമുക്ക് ഒരു റിസൾട്ട്, ഇന്നൊരു പ്രഖ്യാപനം ഉണ്ടാവുന്നത് നമുക്ക് ഉറപ്പിച്ച് നമുക്ക് നമ്മുടെ നമുക്കെല്ലാം പോസിറ്റീവായി പ്രതീക്ഷിക്കാം. അതെ, ആരാണെങ്കിലും ഇപ്പൊ കുഴപ്പമില്ല, ആരെങ്കിലും ഒരാളായാൽ മതി എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും നമുക്കിന്ന് ഉണ്ടാകും, കാത്തിരുന്ന് തന്നെ കാണാം. അതൊരിക്കും. നമസ്കാരം. തീർച്ചയായും നന്ദി, നമസ്കാരം.